ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡിഷ് വാഷ് ഉണ്ടാക്കുക കേട്ടോ. അപ്പം ഇത് എങ്ങനെയാണ് ഈ ഡിഷ് വാഷ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ഇതേപോലെ നമുക്കൊരു സ്ലിപ്പിനകത്ത് ഈ കിറ്റിനകത്ത് ഉണ്ടാവേ. അപ്പം ഇത് നമുക്ക് അതിൻ്റെ സ്ലറിയാണ്. അതേപോലെ തന്നെ നമുക്കിത് ഒരു കാസ്റ്റിക് സോഡ, പിന്നെ ഇതിൻ്റെ കളറ്, സ്മെല്ല് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു പൊതി കൂടെ നമുക്ക് വേറെ കിട്ടും കേട്ടോ. പിന്നെ നമ്മളിത് ഒരു ബക്കറ്റിനകത്ത് 4 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. വേറൊരു പാത്രത്തിൽ 4 ലിറ്റർ വെള്ളം. പഴയ പാത്രം മതി കേട്ടോ. പക്ഷേ ഇത് അടിയൊക്കെ ക്ലീൻ ആയിരിക്കണേ. ഇത് അതിൻ്റെ അടിഭാഗത്തുള്ള ചെറിയൊരു പൂപ്പലിൻ്റെതാണ് കേട്ടോ അതിനകത്ത് കാണുന്നത്. പാത്രം നല്ല പാത്രമാണ്. അപ്പം ഇതും അങ്ങനെ തന്നെ. പിന്നെ 4 ലിറ്റർ നമ്മൾ ഒരു പാത്രത്തിനകത്ത് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ അപ്പം ഈ ഒരു സ്ലറി ഉണ്ടല്ലോ, ഇത് നമ്മൾ ഒരു വടി ഉപയോഗിച്ചിട്ട് ഈ ബക്കറ്റിനെ 4 ലിറ്റർ വെള്ളത്തിനകത്തേക്ക് നമ്മൾ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ഇതിനകത്തുള്ള കാസ്റ്റിക് സോഡ എന്ന് പറയുന്നത് ഇത് നമ്മുടെ കയ്യിലൊന്നും ആവരുത് കേട്ടോ. കയ്യിലായിട്ടുണ്ടെങ്കിൽ കൈ പൊള്ളും. അപ്പം അതുകൊണ്ട് അത് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യുക. ഈ ഒരു തരിയായിട്ട് കിടക്കുന്നുണ്ട്, നമുക്ക് കാണാം, കട്ട പോലെ കിടക്കുന്ന ഇതാണ് കാസ്റ്റിക് സോഡ കേട്ടോ. അപ്പം ഇത് അടുത്ത 4 ലിറ്റർ വെള്ളത്തിനകത്തേക്ക് ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ 6 മണിക്കൂർ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇത് നന്നായിട്ട് തണിയാൻ വേണ്ടിയിട്ട്, രണ്ടും തണിയാൻ വേണ്ടിയിട്ട് നമ്മൾ 6 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത കാര്യങ്ങൾ ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്കിത് രാവിലെ ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ രാത്രി ഇത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം രാവിലെ ബാക്കിയുള്ളത് ചേർത്തിട്ട് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ചെയ്യാം കേട്ടോ. ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ രാത്രി നോക്കിയിട്ട് ചെയ്യാം. അപ്പം ഞാനിത് രണ്ടും ഇതിനകത്തേക്കിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. ഇതിനകത്ത് നമ്മൾ സ്ലറി ഒഴിക്കാൻ പോവാണ്. ഇതിനകത്ത് ഈ കാസ്റ്റിക് സോഡ ഇട്ടിട്ട് മിക്സ് ചെയ്യണേ. ഈ കാസ്റ്റിക് സോഡ നമ്മളിതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കാസ്റ്റിക് സോഡ കംപ്ലീറ്റ് ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യുന്ന സമയത്ത് ഒരു മാസ്കും ഗ്ലൗസും ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ഇതിൻ്റെ പൊടിയൊന്നും മൂക്കിലേക്ക് കയറാതിരിക്കാനും കയ്യിൽ വീണ പൊള്ളാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഗ്ലൗസും മാസ്കും വളരെ നല്ലതാണ്. പിന്നെ ഞാൻ ഇതുപോലെ ഒരു മരത്തിൻ്റെ തവിയുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കാസ്റ്റിക് സോഡ ഈ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് അടിയിൽ ചിലപ്പം കുറച്ച് തരിയായിട്ടുണ്ടെങ്കിലും അത് ഈ 6 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും കൂടെ, ഇതിപ്പം കുറച്ചൊരു വെള്ള കലർന്നും കൊണ്ടാണ് നിങ്ങൾക്ക് ഈ വെള്ളം കാണാൻ പറ്റുക. പക്ഷേ ഈ വെള്ളം 6 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും കൂടെ നമ്മൾ ആദ്യം ഇതെങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് അതേപോലെ ക്ലിയർ വാട്ടറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഇതേ കാസ്റ്റിക് സോഡ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് സ്ലറി അടുത്ത പാത്രത്തിനകത്തേക്ക് നമുക്ക് മിക്സ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മളിത് ഈ വെള്ളത്തിനകത്തേക്ക് സ്ലറി ചേർത്ത് ഇളക്കാൻ പോവുകയാണ് കേട്ടോ. കുറച്ച് ഒഴിച്ച ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ആയ ശേഷം ബാക്കി ഒഴിക്കാം. അങ്ങനെ നിങ്ങൾക്കൊരു 2-3 പ്രാവശ്യമായിട്ട് കുറേശ്ശെയായി ഇത് മിക്സ് ചെയ്ത് ഈ വാട്ടറും സ്ലറിയുമായിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ ചെയ്താൽ മതി. ഇത് നന്നായിട്ട് വെള്ളമായിട്ട് മിക്സ് ചെയ്യണമെന്നേ ഉള്ളൂ. ഈ സ്ലറി മൊത്തം ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത് ഇളക്കുന്ന സമയത്ത് അറിയാൻ പറ്റും, ഇത് അത്യാവശ്യം ഒരു ടൈറ്റ് കണ്ടീഷനിലാണ് കേട്ടോ ഉണ്ടാവുക. കാരണം നിങ്ങൾക്കറിയാലോ, ഡിഷ് വാഷൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യം ടൈറ്റായിട്ടായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. അപ്പം ഞാനിത് രാത്രിയാണ് ചെയ്തു വെച്ചത്. നമുക്ക് നാളെ രാവിലെയാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്.
ഇന്നലെ ഈ കുപ്പി വെക്കുന്ന സമയത്ത് ഈ കുപ്പിയിനകത്ത് നിറയെ ഈ സ്ലെറീൻ്റെത് പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നേ. അപ്പം ഇതാ ഇങ്ങനെ കമഴ്ത്തി വെച്ചപ്പോൾ ഇന്നത്തേക്ക് അത് ക്ലീനായി എല്ലാ തുള്ളി സ്ലെറിയും ഇതിനകത്തേക്ക് ആയിട്ടുണ്ട് കേട്ടോ. എന്താ ഇതിനകത്ത് നമുക്ക് സ്ലെറി നന്നായിട്ട് മിക്സായി. പിന്നെ ഈ വെള്ളം നമ്മളെ കാസ്റ്റിക് സോഡേൻ്റെ വെള്ളം അത് നന്നായിട്ട് ക്ലീനായി. ഇനി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളവും ഇതും കൂടെ നമ്മൾ കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്യാൻ പോവാണേ. കുറച്ച് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്യാം. ബാക്കിയും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പാത്രത്തിൽ ഇത് 750 മില്ലി വെള്ളമാണ് കേട്ടോ. ഈ വെള്ളം ഇതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു ഒരു പൊടി പോലുള്ള വേറൊരു പാക്കുണ്ട്. അപ്പോൾ ഈ പാക്ക് പൊട്ടിച്ച് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവാണേ. പൊടിയിട്ട് നമ്മൾ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഈ കളറുണ്ട് നമ്മൾ സാധാരണ വാങ്ങുമ്പോൾ ഇതൊരു ഓറഞ്ച് കളർ പോലെ തോന്നുമെങ്കിലും ഇതിനകത്ത് ഡൈല്യൂട്ട് ആവുന്ന സമയത്ത് ഒരു യെല്ലോ കളറിലേക്ക് ലെമണിൻ്റെ കളറിലേക്ക് വരും കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് ഈ സ്മെല്ലുണ്ട്. അപ്പോൾ ഈ സ്മെല്ല് ലെമണിൻ്റെ സ്മെല്ലാണ്. നമ്മുടെ ഡിഷ് വാഷിന് നല്ലൊരു ലെമണിൻ്റെ സ്മെല്ലാണല്ലോ ഉണ്ടാവുക. അപ്പം നമ്മളിത് നന്നായിട്ട് ഇത് മിക്സ് ആയിട്ടില്ല. നന്നായിട്ട് മിക്സായ ശേഷം ഈ പൊടിയും സ്മെല്ലും നമ്മൾ ഇതിനകത്ത് തന്നെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണേ. നമുക്ക് കാണാം നമ്മൾ ഈ കളർ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുമ്പം ആ ഓറഞ്ച് മാറിയിട്ട് നമ്മുടെ ഡിഷ് വാഷിൻ്റെ ഒരു യെല്ലോ കളറിലേക്ക് വരുന്നത് കണ്ടില്ലേ. ഇതിനകത്തേക്ക് നമ്മൾ സ്മെല്ല് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഈ മിക്സ് ആയത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സ്ലറിയും കാസ്റ്റിക് സോഡയും കൂടെ ഉണ്ട് അതിനകത്തേക്ക് ഇത് നമ്മൾ ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളത് ഇതിനകത്തേക്ക് ഒഴിക്കാൻ പോവുകയാണേ. കളറും എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് അതിൻ്റെ കളറ് നമുക്ക് മനസ്സിലാവില്ല. ഞാനിത് ബോട്ടിലാക്കിയതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷമാണ് ബോട്ടിലേക്ക് മാറ്റുന്നത്. എൻ്റെ ബോട്ടിൽ 3 എണ്ണം ഇവിടെ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് ആ ബോട്ടിലിനകത്ത് 3 എണ്ണത്തിൽ നിറച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 വലിയ ബോട്ടിലും ആക്കി വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സെയിം ഡിഷ് വാഷ് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. സെയിം സാധനം തന്നെയാണ്. അതുപോലെ നല്ല എഫക്റ്റുള്ള ഒരു തുള്ളി 1-2 ഡ്രോപ്പ് മാത്രം ഒറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡിഷ് വാഷാണ് പാത്രം കഴുകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് 10 ലിറ്റർ ഡിഷ് വാഷ് വീട്ടിലുണ്ടാക്കാം.